അതാ രണ്ടാണ് സാധിച്ചോ. ഇതൊരു ധാവണിയായിരുന്നു അല്ലേ? ധാവണി വന്നപ്പോഴും ഗൗണായിരിക്കും. ഹലോ, ഇത് കുഞ്ചൂസിൻ്റെ മെഹന്തി വീഡിയോ ആണ് കേട്ടോ. മെഹന്തിയുടെ അന്നാണ് ഞങ്ങൾ രാവിലെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് അന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാനും പോകേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതും കഴിഞ്ഞിട്ട് നൈറ്റാണ് ശരിക്കും കയ്യിൽ മെഹന്തി ഇട്ടത് കേട്ടോ. മെഹന്തിയുടെ ആ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ രാവിലെയാണ് എടുത്തത്. അന്നത്തെ ദിവസം ഞങ്ങൾ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഓണത്തിൻ്റെ ഡ്രസ്സ് പോലത്തെ ആ ഒരു ക്രീമും ഗോൾഡൻ കളർ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ആ ഒരു ഡ്രസ് കോഡായിരുന്നു കേട്ടോ എല്ലാവർക്കും. കുഞ്ചൂസ് ഇതാ നല്ല ഡാർക്ക് ഗ്രീനിലി ബ്രോക്കേഡിലുള്ള ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് കുഞ്ചൂസിനെ മേക്കപ്പ് ചെയ്തത് തെസിൻസ് മേക്ക് ഓവറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അന്നത്തെ മേക്കപ്പ്, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അപ്പം തന്നെ അവരെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ നമ്മളുടെ ഭയങ്കര ഒരു കട്ട ഫാനാണ്, നമ്മളൊരു സബ്സ്ക്രൈബർ കൂട്ടുകാരിയാണ് കേട്ടോ. ഞാൻ അങ്ങനെ പൊതുവെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല എനിക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ അവിടെ ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ലുക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ആ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇവരുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അമീർ. അവൻ്റെ വീട് ഇതുപോലെ ഒരു ട്രഡീഷണൽ ലുക്കുള്ള നല്ല അടിപൊളി വീടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അപ്പം ജസ്റ്റ് ഒരു ഓണം ഒരു മൂടൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും അവിടെ കുട്ടികൾ ഇത് ഇവരുടെ ഒരു ഫ്രണ്ടിന്റെ ഇവിടെ നമ്മളെ നെയ്ബറിന്റെ വീടാണ്. അപ്പൊ ഇവിടെ കുറച്ച് ഇങ്ങനത്തെ ഒരു ട്രഡീഷണൽ ലുക്കല്ലേ. അപ്പൊ ഞങ്ങൾ ഇന്ന് മെഹന്തി ഷൂട്ട് ഇവിടെ നിന്നാക്കാൻ വിചാരിച്ചു. സംഗതി ഓണം കഴിഞ്ഞത്തെ റെഡി ഞങ്ങളുടെ ഓണം ലുക്ക് മെഹന്തിക്ക് മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ ഓണം ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മെഹന്തിക്കാണ് ഞങ്ങളുടെ ഓണം ഷൂട്ട്. ഞങ്ങളുടെ ഓണത്തിന്റെ ഡ്രസ്സ് കാണിച്ചിട്ട് ഓണത്തില്ല മെഹന്തിന്റെ ഡ്രസ്സ് കാണിച്ചിട്ട് ഇതാണ് എന്റെ മെഹന്തി. കുറച്ച് ദൂരത്ത് ഇങ്ങനെ സിംഗിൾ സിംഗിൾ ആയിട്ട് കാണിച്ചിട്ട് കല്യാണം പറഞ്ഞോ. ഞാനതിന് വേണ്ടി എടുത്തിട്ട് ഡിസൈൻ ചെയ്തിട്ട് എന്റെ ഡ്രസ് കാണിക്കും. ഇത് നമ്മുടെ ബിനാസ് ഡിസൈൻസ് ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സാണ്. ഫോട്ടോസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാം. ഡ്രസ് ഉണ്ടോ? അപ്പൊ ഷബിനാക്ക് താങ്ക്സ്. ഇത് കസ്റ്റമൈസ് ചെയ്ത ആൾക്കാർക്ക് താങ്ക്സ് ഉണ്ട്. ഷബ്ന എന്നുള്ള പേര് അല്ലേ? വെരി ഗുഡ് ഷബ്ന, വെരി ഗുഡ്. ഇഷ്ടപ്പെട്ടു. ലില്ലിനെ പറാക്രമണം ചെയ്യാതിരിക്കണമെങ്കിൽ ലില്ലി ഒരു മമ്മിക്കുട്ടിയാണ് കഴിച്ചത്. അതുകൊണ്ട് മമ്മിക്ക് നല്ല പാരയാണ്. നിഷിന്റെ ഡ്രസ് നോക്ക്. ഇതൊരു ധാവണിയായിരുന്നു അല്ലേ? ധാവണി എന്ന് വന്നപ്പോഴും ഗൗണായി കഴിഞ്ഞു. അല്ലെങ്കിൽ ലില്ലിമോളെ എടുക്കൽ നടക്കില്ല. ഇത് കുഞ്ഞുമോള് അവിടെ ഷൂട്ടിലാണ്. ഒരു ഹായ് പറയില്ലേ കുഞ്ഞുമോളെടുത്തോക്കാൻ ഡെക്കറേഷനിലാണ് കഴിച്ചത്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസം കേട്ടോ. നല്ല ചൂട് കഴിയും. എല്ലാരും സെന്റർ ആക്കണം.
ആരാ മാവേലി? എന്റെ റബ്ബേ, ഇവന്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ആരെ ഫോട്ടോയും കിട്ടൂല. അത്രക്ക് മതി പറഞ്ഞാളെ. അതാ രണ്ടാണ് സാധിച്ചോ. ബിന്ദുമണിക്കറിന്റെ മാല പോലെ ഈ കണ്ണട എല്ലാരും മുഖത്തു ഒരേ കണ്ണട, ഇതുപോലത്തെ 3 കണ്ണട ഇവിടെ തരൂ. ലില്ലേ പൂ തന്നെ പോയോ? പൂ പോയോ ലില്ലി? ഇവിടെ ഇരിക്കുന്നത് മിസുട്ടാ കളിച്ചാ കളിച്ചാ മിസ് കളിച്ചാ. ഒരു സ്റ്റെപ്പ് ഇടോ, അടുത്ത പാട്ട് സ്റ്റെപ്പ് ഇടോ. ഇവിടെ വേറെ കപ്പിൾസിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ക്യാമറയിൽ ഫീൽ കഴിഞ്ഞു. നല്ല പാട്ട്. അവിടെ കളിക്കാല്ലേ? ലിലി 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 അങ്ങനെ മെഹന്തി ഷൂട്ട് കഴിഞ്ഞ് നല്ല ചൂടുണ്ട്. ഞങ്ങൾ വിയർത്തു പോയി. അതിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞല്ലേ? പെരിന്തമണ്ണ പോയി എറിഞ്ഞു. അവിടുത്തെ ഒരു വക കഴിഞ്ഞു. ഇത് സെപ്റ്റംബർ 10-നായിരുന്നു കേട്ടോ. സെപ്റ്റംബർ 13-നാണ് നമ്മുടെ വെഡിങ്. അപ്പോൾ ഒരു 2 ദിവസം മുന്നേ ഫേഷ്യൽ ചെയ്യാന്നുള്ള പോലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണ് ഞങ്ങൾക്ക് ഫേഷ്യൽ ചെയ്യാനും വേണ്ടിയിട്ട് പെരുന്തൽമണ്ണക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അതും കഴിഞ്ഞ് നൈറ്റാണ് ശരിക്കും മെഹന്തി ഇടുന്നുള്ളൂ. കാരണം മോർണിംഗ് ടൈമിലൊക്കെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ മെഹന്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും നടക്കില്ലല്ലോ. പിന്നെ മെഹന്തി ഇടുന്ന ഒരു 5-6 മണിക്കൂറിൻ്റെ പരിപാടിയല്ലേ. അപ്പോൾ ഞങ്ങളത് നൈറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അവളെ ഡ്രസ്സൊക്കെ സെറ്റാക്കി കൊടുത്ത് ഞങ്ങൾ പെരുന്തൽമണ്ണ പോവാണ്. ഇവിടെ വീട്ടിൽ പന്തലിൻ്റെയും സ്റ്റേജിൻ്റെ ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വെഡ്ഡിങ് വരുന്നത് നമ്മൾ ഖയാൽ പാലസിലാണ് കേട്ടോ, മങ്കടയുള്ള. പക്ഷേ കല്യാണ തലേന്നൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ പന്തലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇടുന്നുണ്ട്. എല്ലാം ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. തിരക്കുകൾക്കിടയിൽ വെറുതെ നെസ്റ്റ് കൂടെ നടക്കാം. കാരണം കല്യാണം പരിപാടിയായിട്ട് തിരക്കിലിരുന്നുണ്ടോ. ഒന്ന് റിലാക്സ് ആയിട്ട് കുറേ ദിവസമായില്ലേ. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊന്ന് റിലാക്സ് ആയി നടക്കുന്നത്. അതെ, ഇനി 2-3 ദിവസം ഓട്ടമാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഫ്രീ ടൈം കിട്ടിയ പോലെ ആളെ അവിടെ ഫേഷ്യലിൽ ഇരുത്തിക്കല്ലേ. ഞാൻ മെയിൻ ഓട്ടം. കുഞ്ചുസോടെ ഫേഷ്യൽ ചെയ്യുന്ന സമയം കൊണ്ടാണ് ഞങ്ങളൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ അതിനും നൈറ്റ് ആയപ്പോൾ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അവിടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ വേഗം പിന്നെ അവളെയും കൂട്ടി ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്താണ് ഷോപ്പിങ്ങിന് പോയതൊക്കെ ഗൈസ് ഇവിടെ ക്ഷീണിച്ച് അവശരായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഷോപ്പിങ്ങിന് പോയത് ക്ഷീണിച്ചോ? എന്ത് ക്ഷീണിച്ചു? എന്ത് വേണ്ടേ? മിസുക്കൊന്നും വാങ്ങിച്ചു തന്നില്ലേ? പമ്പൻ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിക്ക. നിങ്ങൾ ഡ്രസ്സൊന്നും കണ്ടിട്ടില്ല. ഗോൾഡ്
ആ നല്ല ഗോൾഡൻ ഹായ് കല്യാണ ഡ്രസ്സൊക്കെ അല്ല ഇങ്ങനെ കാണിച്ചു തരില്ല കേട്ടോ കഴിച്ച കല്യാണത്തിന് കാണാൻ ഞാനൊന്ന് കാണട്ടെ ആദ്യം ഗൈസ് പുതിയണ്ണിൻ്റെ ബോധം പോയി നല്ല രസമുണ്ട് പിന്നെ എല്ലാവരും നിന്നെ വിളിക്കൂട്ടോ കാരണം ഇങ്ങനെ ചത്ത പോലെ കിടന്നാലും മൈലാഞ്ചി കൊടുക്കണ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ പക്ഷെ 12 മണിയല്ല 2 മണിക്കൊക്കെയാണ് മൈലാഞ്ചിടൽ കഴിഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റേജൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടും ഞങ്ങൾ വെറുതെ ഡാൻസൊക്കെ ഒന്ന് കളിച്ചു നോക്കിയായിരുന്നു കേട്ടോ സംഗീതത്തിൻ്റെ കാണാം ബോയ്സിൻ്റെ നല്ല കിടിലൻ ഡാൻസൊക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും തരാം